ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത മരിച്ചുയർത്ത് ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന, നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുന്ന വല്ലഭനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതെ, ജനുവരി മാസം 7-ാം തീയതി ഈ ഞായർ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഈ ആയുസ്സിൽ ദൈവം നൽകിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്ര സന്തോഷമല്ലേ! ഒരു പുതിയ വർഷം പ്രതീക്ഷകളോടും അല്ലേ വിശ്വാസത്തോടും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ വർഷത്തിന് തുടക്കം കുറിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞതുപോലെ എനിക്കോ എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. എത്ര ധന്യമായ അനുഭവം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നത് പ്രിയരെ. ഒരു പൈതൽ അപ്പനോടും അമ്മയോടും കൂടെ ഇരിക്കുന്ന അനുഭവം, ഒന്നിനും മുട്ടില്ലാതെ ദൈവം വഴി നടത്തുന്ന അനുഭവങ്ങൾ, നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ആവക നന്മകളെ ഈ ആണ്ടിൽ ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. നമ്മോട് കൂടെ ഇരിക്കുന്ന, നാം ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവങ്ങളെ അനുഭവവേദ്യമാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. വിശ്വാസത്തോടെ, വിനയത്തോടെ, വിവേകത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടുകൂടെ ഈ ആണ്ടിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നമുക്ക് ദൈനംദിനം കഠിനാധ്വാനത്തിലൂടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും നീമതി യേശുവെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലുള്ള, ഞങ്ങളുടെ ഈ ചാനൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നവവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് ഈ പുതിയ വർഷത്ത് എല്ലാവിധമായ സ്വർഗീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത് എല്ലാ ആണ്ടിലും അപ്രകാരം ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ജീവനുള്ള പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഈ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാവിധമായ വിഭവങ്ങൾക്കായി, അനുകൂല സാഹചര്യങ്ങൾക്കായി സ്തോത്രം സ്തോത്രം ചെയ്യുന്ന പിതാവേ, 2024 വർഷം ഒരു പുതിയ വർഷത്തിൽ പ്രവേശിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആനന്ദിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ സ്വർഗത്തിലെ പിതാവായ ദൈവമേ, തിരുകൃപയാൽ ഞങ്ങളെ ഒരുക്കി സഹായിക്കുന്നല്ലോ. സ്തോത്രം 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 അപ്പ. അങ്ങല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ ഒരു വിടുതൽ ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല പിതാവേ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. ഈ ആണ്ടിൻ്റെ 365 ദിവസവും കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം കർത്താവേ നിറവേറ്റപ്പെടുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, മുന്നോട്ട് ചലിപ്പിക്കുന്ന ദൈവിക ചിന്തകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക സംരക്ഷണം, ദൈവിക കരുതൽ ഞങ്ങൾ അനുഭവിക്കട്ടെ പിതാവേ. അവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വർഷത്തിന് ഞങ്ങൾക്ക് ആവശ്യമായ വാഗ്ദത്ത വചനത്തിൻ്റെ പൊരുളുകളെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വിവേചിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അതിനെ വിശദമാക്കി നൽകണമേ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവേ, ഈ വർഷം ഞങ്ങൾ ആരംഭിക്കട്ടെ കർത്താവേ, ഞങ്ങളുടെ പാദത്തെ ചുംബിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നവരാകാതിരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ പാദത്തെ ചുംബിച്ചുകൊണ്ട് പ്രിയ പിതാവേ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യട്ടെ, ഞങ്ങളുടെ മക്കൾ യാത്ര ചെയ്യട്ടെ കർത്താവേ. എല്ലാ വഴികളിലും അപ്പ ഈ ആണ്ടിൽ ദൈവം കാത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്ന കർത്താവ് തിരുവചന ദൂതനായി സ്തോത്രമപ്പ. ആശീർവദിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട മികത്ത വചനങ്ങളെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളെ ശക്തീകരിക്കുന്ന കൃപയെ ബലപ്പെടുത്തണം. നന്ദി അപ്പ, യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: വിശ്വദർശനത്തിന്, അതായത് വേൾഡ് വ്യൂ, അതിന് ഇന്ന് ലോകം നൽകിയിരിക്കുന്ന ഒരു പുതിയ പേരുണ്ട്, മറ്റൊരു പേരുണ്ട്. അത് എന്താണ് എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അനേകം പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൾച്ചർ അഥവാ സംസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്ത ഉത്തരങ്ങൾ അയച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയുകയാണ്.
നിങ്ങൾ വചനം കേൾക്കുന്നതോടൊപ്പം കമൻറ്റ് ബോക്സിൽ ഈ ആൻസർ കൂടെ രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് മുന്നോട്ടുള്ള ശുശ്രൂഷയ്ക്ക് അതൊരുപാട് സഹായകമായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനെ ഒരു വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ വരികളും വളരെ ശ്രദ്ധയോടെ നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നൽകുവാനായി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതിൽ സഹകരിക്കുക. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ തിരുവചനം കേൾക്കുക. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാത ധ്യാനത്തിനായി പ്രത്യേകിച്ചും പുതിയ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഈ പ്രഭാതം ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ചും നീമതി യേശുവേ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ ഈ ശുശ്രൂഷ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 2 ഗ്രൂപ്പുകളുണ്ട്. നീമതി യേശുവേ നമ്പർ 1, നമ്പർ 2 എന്നീ 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ധാരാളം പേർ അതിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-ാം തീയതി രാത്രി ഞാൻ ഈ വാഗ്ദത്ത വചനം അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വചനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും എന്നതാണ് ഈ വർഷത്തെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്താവിഷയം ഞാൻ എടുത്തിരിക്കുന്നത് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. 2024 ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നാം അതിനായി എന്ത് ചെയ്യണം? ദൈവം എന്ത് പ്രതിഫലമാണ് നമുക്ക് നൽകുവാൻ പോകുന്നത്? ഈ 2 കൺസെപ്റ്റ്, 2 ചിന്തകളെയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവം പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ ഒരിക്കലും തളർന്നു പോകരുത്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്, നിങ്ങൾക്കായി കർത്താവ് ഒരു ഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹം നിങ്ങളുടെ അടുക്കലായിട്ട് അത് സമീപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ കർത്താവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി, നിങ്ങൾ തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. ഒരു പ്രതിഫലം നിങ്ങൾക്കായി വരുമ്പോൾ നിങ്ങൾ അശ്രദ്ധയോടിരിക്കരുത്, നിങ്ങൾ തകർന്ന അനുഭവത്തിൽ ഇരിക്കരുത്, നിങ്ങളുടെ വിഷാദത്തോടിരിക്കരുത്. എൻ്റെ ദൈവം, ഈ കഴിഞ്ഞ നാളിലൊക്കെ ഞാൻ ആരാധിച്ച എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകുവാൻ പോകുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ആ പ്രതിഫലത്തിനായിട്ട് ആവലോടുകൂടെ വാഞ്ചയോടെ കാത്തിരിക്കുവാനായിട്ടാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 1-ാമത്തേത് ദൈവത്തിൻ്റെ ആത്മാവ്, 2 ദൈവത്തിൻ്റെ വിശുദ്ധ പ്രവാചകനായ അസര്യാവ്, 3 യഹൂദ ഗോത്രത്തിലെ രാജാവായ ആസ രാജാവ്. ഈ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദേശം നൽകപ്പെടുന്നത്, ഈ പ്രവചനങ്ങൾ നൽകപ്പെടുന്നത് അസര്യ പ്രവാചകനിലൂടെയാണ്. ഇത് നൽകപ്പെടുന്നത് എല്ലാ യഹൂദ ഗോത്രങ്ങൾക്കും ബെന്യാമിൻ ഗോത്രങ്ങൾക്കുമായിട്ട് നൽകപ്പെടുന്ന ഒരു ദൂതാണ്. 14-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ രാജാവായ അബിയാവ് നിദ്ര പ്രാപിച്ചപ്പോൾ ആസ രാജസിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്, രാജാവായി തീരുകയാണ്. ആസായെക്കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ വളരെ ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉന്നതനായ ഒരു രാജാവായിട്ടാണ് ആസ രാജാവിനെ വേദപുസ്തകം പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആസ രാജാവ് എപ്പോഴാണോ രാജാവായി തീർന്നത്, ആസ രാജാവ് ചെയ്തതെന്നറിയാമോ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാൻ തീരുമാനിക്കുകയാണ്. ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആസ രാജാവ് മുൻവരികയാണ്. അതിനായി ആസ രാജാവ് ചെയ്തത്, ആദ്യഘട്ടത്തിൽ ചെയ്തത്, എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളെയും സൂര്യ വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 14-ാം അധ്യായത്തിൽ. മാത്രമല്ല, അന്യ ദേവന്മാരുടെ ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു,
സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ചു കളയുകയാണ്. അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളയുകയാണ്. ശേഷം ഉറപ്പുള്ള പട്ടണങ്ങൾ, ഗോപുരങ്ങൾ, മതിലുകൾ പണിയുകയാണ്. ഇതാണ് ആസാ രാജാവിൻ്റെ ആ രാജവാഴ്ചയുടെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് ഉന്നതമായ നിലയിൽ ആസാ രാജാവ് ദൈവഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ദൈവജനത്തെ, ഈ ലോകത്തിലെ ജനത്തെ, യഹൂദ ഗോത്രത്തെ, ബെന്യാമിൻ ഗോത്രത്തെ ദൈവത്തോട് വലിച്ചടുപ്പിക്കുന്ന, ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന, ദൈവത്തിലാക്കി തീർക്കുന്ന തരത്തിൽ ഈ ജനത്തിൻ്റെ ശ്രദ്ധയെ വ്യതിചലിക്കുന്ന, ഈ ജനത്തിൻ്റെ ശ്രദ്ധയെ പ്രലോഭിപ്പിക്കുന്ന, ഈ ജനത്തെ പ്രലോഭനങ്ങളിലൂടെ അന്യ ദൈവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും അപ്പാടെ തച്ചുടയ്ക്കുന്ന ആസാ രാജാവ്. ആസാ രാജാവിന് ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം ഈ ജനം ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ട ജനമാണ്, ദൈവത്തോട് ചേർന്ന് വസിക്കേണ്ട ജനമാണ്. ഈ ജനം ഒരിക്കൽ സ്കാറ്റഡായി പോകുവാൻ പാടില്ല. ഈ ജനം പ്രലോഭനങ്ങളിൽപ്പെട്ട്, പരീക്ഷപ്പെട്ട് കുടുങ്ങിപ്പോകുവാൻ പാടില്ല. ഇവരെ അസ്വസ്ഥമാക്കുന്ന, ദൈവത്തിൽ നിന്നും അകറ്റുന്ന എല്ലാ സംഭവങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഈ ജനത്തെ ദൈവത്തിന് നേരായിട്ട് വഴി നടത്തുന്ന ഒരു ചിത്രം ആസാ രാജാവിൻ്റെ ആദ്യ വാഴ്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഇങ്ങനെ പ്രൗഢിയോടെ, പ്രതാപത്തോടെ തൻ്റെ രാജവാഴ്ചയുടെ ആദ്യഘട്ടത്ത് വിജയിച്ച് നിൽക്കുമ്പോൾ ഇതാ ശത്രു പ്രവേശിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എപ്പോഴാണോ നാം ദൈവഭാഗത്ത് നിൽക്കുന്നത്, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, ശരിയായ നിലപാടുകളോടും കാഴ്ചപ്പാടുകളോടും കൂടെ ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ അതിലൊരു വിജയം കണ്ടെത്തുന്ന ആദ്യ ഘട്ടത്ത് ഇതാ ശത്രു പ്രവേശിക്കുകയാണ്. ബൈബിൾ പറയുന്നു, തൊട്ടടുത്ത ദേശമായ കൂശ്യ ദേശത്ത് നിന്നും കൂശ്യർ ഇവർക്കെതിരായിട്ട് വരികയാണ്. ആസാ രാജാവിനും യഹൂദ ഗോത്രത്തിനും ബെന്യാമിൻ ഗോത്രത്തിനും എതിരായിട്ട് ഈ കൂശ്യർ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വരികയാണ്. ഒരു സന്തോഷത്തിൻ്റെ നടുവിൽ ഇതാ വളരെ പെട്ടെന്നൊരു ദുഃഖം കടന്നു വരികയാണ്. ജീവിതത്തിൽ ചില വേളകളിലൊക്കെ നാം അനുഭവിക്കും. ഒരു സന്തോഷം നാം അനുഭവിച്ച് തീരുന്നതിന് മുൻപേ അടുത്ത ഒരു അനർത്ഥം നമ്മളെ തേടി വരുന്നത്, ഒരു പരീക്ഷ, ഒരു വേദന, ഒരു ദുഃഖം നമ്മെ തേടി വരുന്ന അനുഭവം. ഇതാണ് ഇവിടെ ആസാ രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ വേദപുസ്തകം പറയുന്നു, അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആസാ രാജാവ് ചെയ്തത്, ബൈബിൾ പറയുന്നു, ആസാ രാജാവ് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദ പുസ്തകം 2 ദിനവൃത്താന്ത പുസ്തകം 14-15 അധ്യായങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ വായിക്കണേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ നിങ്ങൾ ബലപ്പെടണമെന്നും അവിടെ വ്യക്തമായി ആസാ രാജാവിൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അവിടെ ആസാ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ 5 കാര്യങ്ങൾ എനിക്ക് നോക്കിക്കാണുവാൻ കഴിഞ്ഞു. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആസാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കണേ, അവൻ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാനൊരു എലിജിബിളായ പേഴ്സൺ അല്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ തളർന്നു പോകുന്നവനാണ്, പലപ്പോഴും ഞാൻ ബലഹീനനാണ്. ഒരു രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ നാം ഉയർത്തപ്പെട്ടാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് നാം പരിശീലിക്കണം. എന്തൊക്കെ റിസോഴ്സ് ദൈവം നമുക്ക് തന്നാലും, ഒരു വീടാകാം, ഒരു ജോബാകാം, എന്തൊക്കെ സമ്പത്ത് നമുക്ക് നൽകിയാലും, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ അടങ്ങിയ ഒരു വലിയ അനുഗ്രഹം നമുക്ക് തന്നാലും, അവിടെ ദൈവസന്നിധിയിൽ, പ്രിയ ദൈവ പൈതലെ, നീ ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് പരിശീലിക്കണം. ഈ രാജാവ് പറയുകയാണ്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, വ്യവഹാരമുണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ, ദൈവമേ, അങ്ങല്ലാതെ സഹായിപ്പാൻ ആരുമില്ല. ഈ ബലഹീനനായ അടിയനെ അങ്ങ് സഹായിക്കണമേ. അവിടെ കൂശ്യർക്ക് ഒരു വലിയ സൈന്യമുണ്ട്. 10 ലക്ഷത്തിലധികമുള്ള ഒരു കാലാൾപ്പട തന്നെയുണ്ട്, കുതിരപ്പടയുണ്ട്, സൈന്യമുണ്ട്, എല്ലാ റിസോഴ്സും ഉണ്ട് ഈ കൂശ്യർക്ക്. അതുപോലെ തന്നെ അത്രത്തോളം വലുതല്ല എങ്കിലും ആസാ രാജാവിനുമുണ്ട്, തങ്ങളുടെ രാജ്യത്തിനുമുണ്ട്. പക്ഷേ ഇതെല്ലാം റിസോഴ്സ് ഉള്ളപ്പോഴും കുതിരകളിലോ രഥങ്ങളിലോ ആശ്രയിക്കാതെ ജീവനുള്ള ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, വ്യവഹാരം അങ്ങ് നൽകണമേ, ഞങ്ങൾ ബലഹീനരാണ്.
ഇത് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായി പ്രാർത്ഥിക്കുന്നത്, ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ, ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, ആസാ രാജാവിൻ്റെ ഉള്ളിൽ നിന്നുള്ള, അതൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള, ആഴത്തിൽ നിന്നുള്ള ഒരു വലിയ നിലവിളിയാണ് പ്രിയമുള്ളവരെ. കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളാകാം അല്ലെങ്കിൽ യുവതിവാക്കളാകാം, ഏതെങ്കിലും രോഗം പിടിപെട്ട് സീരിയസ് ആയിട്ട് ഡോക്ടർ പറയാൻ രക്ഷയില്ല, വെന്റിലേറ്ററിലേക്ക് വേണ്ടി മാറ്റുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യം ഡോക്ടറുടെ അടുക്കൽ പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയുണ്ടാകും, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പക്ഷേ അതിന് ഡെപ്ത് ഉണ്ടാകത്തില്ല, അതിന് ആഴമുണ്ടാകത്തില്ല. അടുത്തൊരു ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ സഹായിക്കണമേ, അതിനൊരു ഡെപ്ത് ഉണ്ടാകുകയില്ല. അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ എന്താണ്, കുറച്ചുകൂടെ ഒരു ചെറിയ ആഴത്തോടുള്ള, ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഡെപ്തോടു കൂടെ പ്രാർത്ഥിക്കേണ്ട, കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ICUവിലേക്ക് മാറ്റുന്നു. അടുത്ത് അവരെ, ആ പേഷ്യൻറ്റിനെ എവിടത്തേക്ക് മാറ്റുകയാണ്, നിങ്ങളുടെ മകനാകാം, മകളാകാം, ജീവിത പങ്കാളിയാകാം, നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. ഡോക്ടർ പറയുന്നു പ്രത്യാശയ്ക്ക് വക കുറവാണ്, ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. ഈ സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങളൊരു ദൈവ പൈതങ്ങൾ പ്രാർത്ഥിക്കും, അയ്യോ എൻ്റെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ച അതേ വാചകം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിന് രണ്ടിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നതിന് ഒരാഴമുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകാഗ്രഹൃദയത്തോടെ എൻ്റെ അപ്പാ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. ഈ പ്രാർത്ഥനയാണ്, ഈ ഒരു ഭാവത്തോടുകൂടെ, ഈ ഒരു അനുഭവത്തോടു കൂടെയാണ് ആസാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമതായി ആസാ രാജാവ് പറയുന്നു തൻ്റെ പ്രാർത്ഥനയിൽ, ദൈവമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ. അത് കോൺഫിഡൻറ്റോടുകൂടെ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും, ഓ ലോർഡ് ഐ ട്രസ്റ്റ് യു ലോർഡ്, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ. ഇക്കഴിഞ്ഞ കാലമൊക്കെ ദൈവമേ ഞാൻ അങ്ങിലാണല്ലോ ആശ്രയിച്ചത് പിതാവേ. ഒരു ദൈവാലയത്തിലല്ല ഞാൻ ആശ്രയിച്ചത്, ഒരു മതപ്രസ്ഥാനങ്ങളിൽ ആശ്രയിച്ചത്, മറ്റ് ഈ ലോകത്തിലെ അല്ലെങ്കിൽ മതത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയല്ല ആശ്രയിച്ചത്. എൻ്റെ ആശ്രയം ജീവനുള്ള ദൈവത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, ആസാ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പെട്ടെന്ന് ഫോർ എ മൊമെന്റ് ഓഫ് ഡിപ്പെൻഡൻസി അല്ല, ട്രസ്റ്റ് അല്ല കാണുവാൻ കഴിയുന്നത്. ആസാ രാജാവ് പറയാണ്, ഇക്കഴിഞ്ഞ നാളൊക്കെ ദൈവമേ ഞങ്ങൾ അങ്ങിലാണല്ലോ ആശ്രയിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതല്ല ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ദൈവത്തോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. മറിച്ച് ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുവാനായി കഴിയണം. അങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആസാ രാജാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ആമേൻ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അടുത്തതായിട്ട് നാലാമതായിട്ട് ആസാ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ നാമത്തിൽ ഈ പുരുഷാരത്തിന് എതിരായിട്ട് ഞങ്ങൾ പുറപ്പെട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ ശത്രുവിനെതിരായിട്ട് ഞങ്ങൾ പുറപ്പെട്ട് വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ആ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ നാമത്തിൽ മുന്നോട്ട് ചെയ്യുക, ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ അർത്ഥമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് തൻ്റെ പ്രാർത്ഥനയിൽ ആസാ രാജാവ് പറയുന്നു, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ. ഓ പ്രൈസ് ഗോഡ്, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത്. ആസാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവ് അങ്ങാകുന്നു, എല്ലാവരെയും പരിപാലിക്കുന്നത് അങ്ങാകുന്നു, എല്ലാവരെയും സൃഷ്ടിച്ചത് അങ്ങാകുന്നു. അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തിന് എതിരായിട്ട് ഒരു മനുഷ്യനും പ്രബലനാകരുതേ. ആസാ രാജാവ് എത്രത്തോളം ദൈവത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് ചിന്തിക്കുക പ്രിയരെ. ഈ പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ പ്രബലനാകരുത്. അത് ഞാനാകട്ടെ, മറ്റുള്ളവരാകട്ടെ, എൻ്റെ ശത്രുവാകട്ടെ, ആരും ദൈവത്തിനെതിരായി പ്രബലനാകരുത്. അങ്ങനെ ശ്രമിക്കരുത്. അതാണ് ആസാ രാജാവ്, ദൈവമേ മനുഷ്യൻ പ്രബലനാകുവാൻ അനുവദിക്കരുത്, മനുഷ്യൻ ദൈവത്തിനെതിരായിട്ട്. കാരണം ദൈവമാണ് അങ്ങനെ ആയിരിക്കേണ്ടത്. ദൈവമാണ് എല്ലാവിധ പ്രബലതയോടും ശക്തിയോടും കൂടെ ആയിരിക്കേണ്ടത്. ഈ ലോകത്തെ ഭരിച്ചു വാഴേണ്ട ദൈവമാണ്.
ആ സ്ഥാനം മനുഷ്യൻ കൈയടക്കുവാൻ പാടില്ല, മനുഷ്യൻ ഏറ്റെടുക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യൻ ഏറ്റെടുക്കുവാൻ പാടില്ല. ദൈവത്തെ ദൈവമായി കാണുവാൻ പരിശീലിക്കണം, ദൈവത്തെ ദൈവമായി തന്നെ കാണണം. ചില വീട്ടിലെങ്കിലും അപ്പൻ ഉണ്ടെങ്കിൽ പോലും അപ്പനെ വകവയ്ക്കാതെ മക്കൾ അപ്പൻ്റെ സ്ഥാനം, അപ്പൻ്റെ റോൾ ചെയ്യാറുണ്ട്. പലപ്പോഴും ആ ഭാഗത്തൊക്കെ അപ്പൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. അപ്പനെ കാര്യമാക്കത്തില്ല. വീട്ടിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അപ്പനെ മൈൻഡ് ചെയ്യാതെ മക്കൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാറുണ്ട്. ചില സമയങ്ങളും അമ്മ മക്കളെ വിളിച്ച് പറയാറുണ്ട് രഹസ്യമായിട്ട്, മക്കളെ പപ്പയോടൊന്ന് ആലോചിക്കുക, പപ്പയോടൊന്ന് പറയുക. അപ്പോൾ മക്കൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ഉണ്ടാകാം, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം, നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയരെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യൻ ദൈവത്തോടും കാരണം ദൈവത്തെ കണക്കിലെടുക്കാതെ, ദൈവത്തെ കൂട്ടാക്കാതെ, ദൈവത്തിന് നേരാകെ മനുഷ്യൻ പ്രബലനായിത്തീരുന്നതിനേറ്റവും ആസാരാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ മനുഷ്യൻ മർത്യൻ പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് നേരെ പ്രബലൻ ആകരുത് എന്ന ചിന്തയാണ്. ഇതിൻ്റെ ഒടുവിലത്തെ ഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവം ഈ യഹൂദ ജനത്തിനൊരു വലിയ വിജയം നൽകുകയാണ്. ഇത്രത്തോളം നടത്തിയ ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിൻ്റെ ആത്മാവിന് ഇപ്പോഴത്തെ ഈ ജനത്തോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവം ഒരു ജയം നൽകുകയാണ് ഈ ജനത്തിന്. ആസാ രാജാവിനും ജനത്തിനും പ്രാർത്ഥന കേട്ട് ഒരു ജയം നൽകുന്നതോടൊപ്പം ആ ജയം നൽകിയ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച് തുടങ്ങുകയാണ്, ഒരു സന്ദേശം കൊടുക്കുകയാണ്. ആ സന്ദേശമാണ് ഇന്ന് നാം ഈ വർഷത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ആമേൻ. ഒരാമേൻ പറഞ്ഞ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. രണ്ട്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഒന്നാമത്തേത് നമുക്ക് ധ്യാനിക്കാം, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ഈ ചിന്തയിൽ രണ്ട് മുഖങ്ങൾ കാണുവാനായി സാധിക്കും, രണ്ട് ഫേസസ്. ഒന്ന്, ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിൽ തളർന്നു പോകരുത്. 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുക. ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ? ആമേൻ. പലപ്പോഴും നിരാശപ്പെട്ടിട്ടുണ്ടോ? അലസ മനോഭാവം കാണിച്ചിട്ടുണ്ടോ ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൽ? ചില വേളകളിലൊക്കെ നാം ദൈവത്തോട് സഞ്ചരിച്ച് മടുത്തു പോകുന്ന അനുഭവമുണ്ട്. നാം ഉദ്ദേശിച്ച സമയത്തിന്, പ്രതീക്ഷിച്ച സമയത്തിന് കാര്യങ്ങൾ നടത്തപ്പെടാതെ വരുമ്പോൾ, കാര്യങ്ങൾ ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട് ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൽ. ചില സമയമൊക്കെ ലേസിനെസ് കാണിക്കാൻ, ഇന്നിപ്പോൾ പ്രാർത്ഥിക്കണ്ട, ഇന്നിനിപ്പോൾ ബൈബിൾ വായിക്കണ്ട, ഇന്നിപ്പോൾ ധ്യാനിക്കണ്ട, ഇന്നിനിപ്പോൾ അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കണ്ട, നാളെ ആകട്ടെ. അതിനർത്ഥം നിങ്ങൾ തളർന്നു പോയവരാണ്, ദൈവത്തോടും ഇപ്പം ഇരിക്കുന്നതിൽ തളർന്നു പോയവർ. കാരണം പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ നാളേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ്, അലസമനുഭവത്തോടെ ഇരിക്കുകയാണ്. ചില വിഷയങ്ങൾ നിങ്ങൾക്ക് പറയുവാനുണ്ടാകും, ചില തിരക്കുകൾ നിങ്ങൾക്ക് പറയുവാനുണ്ടാകും, ചില കാരണങ്ങളുണ്ടാകും. ഇതിലൊന്നും അർത്ഥമില്ല, ഇതിലൊന്നും കാര്യമില്ല. ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദൈവത്തോടൊപ്പം ഇരുന്ന വ്യക്തിയാണ്, എനിക്കൊന്നും കിട്ടിയില്ല, ദുഃഖം മാത്രമാണ്, സങ്കടം മാത്രമാണ്, വേദന മാത്രമാണ്. 2023 ഞാൻ ഇരുന്നത് വെറുതെ ആയിപ്പോയി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാണോ അതിൻ്റെ റെമഡിയാണോ നിങ്ങൾക്ക് പറയുവാനുള്ളത്? പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഉറച്ച തീരുമാനത്തോടെ ദൈവത്തോടൊപ്പം ഇരിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഈവൻ പെയിനായാലും സന്തോഷമായാലും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് സങ്കടവും പ്രയാസം നിങ്ങൾ ഒരിക്കലും വീട് വിട്ട് പോകാറില്ല അല്ലേ? നിങ്ങളുടെ വീട്ടിനകത്തിന് സന്ധ്യയ്ക്കായാലും പകലായാലും ഓടി വീട്ടിൽ പോകാറുണ്ട്. എന്ത് വിഷമമുണ്ടായാലും ഒരു സ്കൂൾ കുട്ടിയുള്ള ഒരു വീടാണെങ്കിൽ ആ കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ എത്ര തന്നെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ഉണ്ടായപ്പോലും, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ പോലും, ഈവൻ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്ന പോലും എല്ലാ ദിവസവും സ്കൂൾ വിടുമ്പോൾ ആ കുട്ടി ഓടി വരുന്നത് എവിടെയാണ്? ആ വീട്ടിലേക്കാണ് വരുന്നത്. പ്രതീക്ഷയോട് വരികയാണ്. ഒരു പക്ഷേ അവിടെ ഒരു അശാന്തിയാകാം, അല്ലെങ്കിൽ ശാന്തിയാകാം ആ വീട്ടിനുള്ളിലുള്ളത്, പക്ഷെ ആ കുട്ടി ഓടി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജന, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. രണ്ട്, അതോടൊപ്പം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ തളർന്നു പോകരുത്.
ദൈവത്തെ അന്വേഷിക്കുക. സെർച്ച് ഗോഡ് ഫേസസ്. വെർ ഈസ് മൈ ഗോഡ്, വെർ ഈസ് മൈ ഗോഡ്. നിങ്ങളുടെ യാത്രകൾ, പ്രവർത്തനങ്ങളിലൊക്കെ ആ ദൈവത്തിൻ്റെ മുഖം സെർച്ച് ചെയ്യുക. നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം സെർച്ച് ചെയ്യുക. നിങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം സെർച്ച് ചെയ്യുക. വെർ ഈസ് മൈ ഗോഡ്സ് വേർഡ്, വെർ ഈസ് മൈ ഗോഡ്സ് പ്രസൻസ്, വെർ ഈസ് മൈ ഗോഡ്സ് പവർഫുൾ വേർഡ്. സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മനസ്സ്, ബോധമണ്ഡലത്തിൽ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഉൾചലനം, ഒരു ഉള്ളുണർവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓ ഗോഡ്, എൻ്റെ ദൈവമേ. ആ ദൈവത്തെ എപ്പോഴും നമ്മിലേക്ക് ഉണർവുകളിലൂടെ, ചിന്തകളിലൂടെ വലിച്ചടുപ്പിച്ചു കൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ സമീപത്തൂടെ കടന്നു പോകുന്ന ദൈവത്തോട് പറയണം, പാസ് മീ നോട്ടോ ഗ്രേഷ്യസ് സേവിയർ. എൻ്റെ ദൈവമേ, എന്നെ വിട്ട് കടന്നു പോകരുതേ. I am searching you. Where is my God? Where is my God's presence? എവിടെയുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, സാമീപ്യം? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഇനി അതിൽ വരുന്ന മൂന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ കരം പിടിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ കരം പിടിക്കുന്നതിൽ കുറേയൊക്കെ പിടിച്ചു വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്, അല്ലേ? ഒരാളിൻ്റെ കൈ നാം ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. ഉദാഹരണമായി ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്. എത്ര സമയം നിങ്ങൾ ആ ഹാൻഡ് ഷേക്ക് കൊടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും? രാവിലെ 10 മണിക്ക് ഒരാളെ മീറ്റ് ചെയ്തു, നിങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്, അദ്ദേഹം കൈ തന്നു, നിങ്ങൾ കൈ പിടിച്ച് കുലുക്കുകയാണ്, എന്നിട്ട് ആ കൈ വിടുന്നില്ല. ഈ കൈ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവാൻ കഴിയും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലപ്പോൾ ഉച്ചവരെ, ചിലപ്പോൾ നിങ്ങൾക്കുള്ളിലെ ആ ഒരു വീര്യത്താൽ നിങ്ങൾ വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാലോ അറിയാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് വിടുവാൻ മനസ്സില്ലെങ്കിൽ പോലും ഒരു മയക്കമാകാം, ഒരു ക്ഷീണമാകാം, അറിയാതെ കൈകൾ ഊർന്നു പോകാറുണ്ട്. അല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുകയാണെങ്കിൽ ആ കൈയെടുത്ത് അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് എങ്കിലും നിങ്ങൾ ആ കൈ ഒന്ന് വലിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ കരം പലപ്പോഴും അറിയാതൊക്കെ വിടാറുണ്ട്. ഒരു അമ്മയോടൊപ്പം ഒരു മകൾ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപ്പനോടൊപ്പം ഒരു കൊച്ചു ബാലൻ സഞ്ചരിക്കുന്നത് കരുതുക. ഒരു ഉത്സവപ്പറമ്പാകാം, അല്ലെങ്കിൽ മറ്റൊരു വർണ്ണശമ്പളമായ ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കാകാം. പക്ഷെ അവിടെ പോകുമ്പോൾ അത്രയും നേരം അപ്പൻ്റെ കരം പിടിച്ചിരുന്ന ഈ മകൻ അപ്പൻ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന വേളയിൽ പതിയെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന എന്തോ ഒന്ന് കണ്ട് ഈ മകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ അപ്പൻ്റെ കൈ പതുക്കെ ഇങ്ങനെ വിട്ട് അങ്ങോട്ട് സഞ്ചരിക്കാറുണ്ട്. അപ്പൻ സംസാരമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കും, മകനെ കാണാനില്ല. നോക്കുമ്പോൾ അതാ എവിടെയോ പോയി ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുക്കലേക്കോ മറ്റെന്തെങ്കിലും വിസ്മയ കാഴ്ചകൾ കണ്ടിങ്ങനെ അതിൽ ലയിച്ച് നിൽക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള വർണ്ണ കാഴ്ചകളെ കാണുമ്പോൾ, പുതിയ സാഹചര്യങ്ങൾ കാണുമ്പോൾ, പുതിയ പൊസിഷൻസുകൾ കിട്ടുമ്പോൾ, പുതിയ നന്മകൾ കിട്ടുമ്പോൾ, പുതിയ ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ, നിങ്ങൾ കർത്താവിൻ്റെ കൈ പിടിക്കുന്നത് ഉപേക്ഷിക്കരുത്. കർത്താവിൻ്റെ കൈ പിടിക്കുന്നത് നിങ്ങൾ തളർന്നു പോകരുത്. ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. ചില സമയങ്ങളിൽ ഭാരങ്ങൾ, വിഷമങ്ങൾ, വേദന, ദുഃഖ, ദുരിതങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നാം കൈവിട്ട് പോകുവാൻ, കരം വിട്ട് സഞ്ചരിക്കുവാൻ സാധ്യതയേറെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും കർത്താവിൻ്റെ കരം പിടിച്ചിരിക്കുന്നത് അവിടെ തളർന്നു പോകാൻ സാധ്യതയേറെയുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നാം ശ്രദ്ധാലുക്കളാകണം. നിങ്ങൾ ധൈര്യമായിപ്പോൾ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. കർത്താവിൻ്റെ കരം പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൈ ഉണ്ടല്ലോ, അതൊരിക്കലും തളർന്നു പോകാനായി പാടില്ല. ജയമുണ്ടാകും പ്രിയമുള്ളവരെ, ജയം ലഭിക്കും പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ ചിന്ത, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് എന്നതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിൽ തളർന്നു പോകരുത്, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ തളർന്നു പോകരുത്, ദൈവത്തിൻ്റെ കരം പിടിക്കുന്നതിൽ തളർന്നു പോകരുത്. ഇനി രണ്ടാമത്തെ ഫേസിനെ കുറിച്ചാണ്, രണ്ടാമത്തെ മുഖത്തെക്കുറിച്ചാണ്. അതിപ്രകാരമാണ്, ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. ആമേൻ. ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ ഫേസ് വിശ്വാസമാണ്, രണ്ടാമത്തത് പ്രവൃത്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഞാൻ പറയട്ടെ, കുഞ്ഞുനാളിലൊക്കെ 10 കൽപ്പനകളെക്കുറിച്ചൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ടുള്ളവരാണ്. ദൈവിക പ്രമാണങ്ങൾ, പുതിയ നിയമ കൽപ്പനകൾ ഒക്കെ മെമ്മറൈസ് ചെയ്തിട്ടുള്ളവരാണ്. നാം ഓർത്ത് മനപ്പാടമായി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേരാണ് ആ വചനങ്ങളെ പ്രമാണിക്കുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പ്രമാണിക്കുന്ന എത്ര പേർ ഈ കാലഘട്ടത്തുണ്ട് പ്രിയമുള്ളവരെ? വേദപുസ്തകം പറയുന്നു, ദൈവത്തെ അനുസരിക്കുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ തളർന്നു പോകരുത്, ചെയ്യാതിരിക്കരുത്, അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്, അലസമായി ഇരിക്കരുത്, അലംഭാവത്തോടിരിക്കരുത്. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം?
കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നുള്ളതാണ്. ഇവിടെ ഞാനൊരു രഹസ്യം പറയട്ടെ. നിങ്ങൾ പള്ളിയിൽ പോയാലും നിങ്ങൾ ബൈബിൾ വായിച്ചാലും പിശാച് അത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ അത് വിശദമാക്കുകയാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് എപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട്, പിശാചിന് അതൊരു പ്രശ്നമേ അല്ല. 24 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, പിശാചിന് അത് പ്രശ്നമേ അല്ല. നിങ്ങൾ 24 മണിക്കൂർ പള്ളി 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യാപൃതി ഇങ്ങനെ ഏതോ ഒരു മാസ്മരിക ലോകത്ത് പോവുകയാണ്, പിശാച് കാര്യമാക്കുകയില്ല. അപ്പോൾ ചോദിക്കാം, പിശാച് പിന്നെ എപ്പോഴാച്ചോ കാര്യമാക്കുന്നത്? ഞാൻ പറയാം, നിങ്ങളെപ്പോഴാണോ ദൈവ വഴിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നത്, ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും നിങ്ങൾ പാലിക്കുവാനായി മുൻവരുന്നത്, അതിലേക്ക് നിങ്ങൾ തുടരുന്നത്, നിങ്ങൾ പദമൂന്നുന്നത്, നിങ്ങൾ അത് ചെയ്യുവാനായിട്ട് മുൻവരുന്നത്, അപ്പോൾ പിശാച് സടകുടഞ്ഞ് അവൻ ഉണർന്ന് നിങ്ങളെ തേടി നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആമേൻ. അവൻ പെട്ടെന്ന് അലർട്ടാവും. അവൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് ചെയ്യുവാൻ മുൻവരുമ്പോൾ അവൻ ഷോക്കേറ്റതുപോലെ, എവിടെയോ ഉറങ്ങിക്കിടന്ന പിശാച് അവന് ഷോക്കടിച്ചതുപോലെ അവൻ പാഞ്ഞെത്തും നിങ്ങളുടെ അടുക്കിലേക്ക്. കാരണം അവനിപ്പോൾ മനസ്സിലായി, ഇവളിതാ ഇനിയിപ്പോൾ സഞ്ചരിക്കുവാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ്, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ പോവുകയാണ്. ചോദ്യം, അപ്പോൾ ഇത്രയും നാൾ സഞ്ചരിച്ചത്, നിങ്ങൾ ഇത്രയും നാൾ ഞാൻ പള്ളിയിൽ പോയത്, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ബൈബിൾ വായിച്ചത്, നിങ്ങൾ മതത്തിൻ്റെ പുറകെയായിരുന്നു. ആമേൻ. നിങ്ങളൊരു റിലീജിയൻ്റെ പുറകെയായിരുന്നു, ഒരു മതപ്രസ്ഥാനത്തിൻ്റെ പുറകിലായിരുന്നു നിങ്ങൾ സഞ്ചരിച്ചത്, ക്രിസ്തുവിൻ്റെ വഴിയിലല്ല. ക്രിസ്തുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. ഇത് രണ്ടുമില്ലാത്തിടത്തോളം നിങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു മതത്തിൻ്റെ റിലീജിയനെ മാത്രം പിൻപറ്റുകയാണ്. അത് ഒരു ക്രൈസ്തവ നേതാവാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ പിൻപറ്റുവാൻ മുൻവരിക. കാരണം ഞാൻ പറയട്ടെ, പിശാച് ഗൗരവമാക്കിയ ജീവിതം അത് ദൈവം ഗൗരവമാക്കിയ ജീവിതമായിരിക്കും. ഹല്ലേലൂയ, ആമേൻ. പിശാച് ഗൗരവമാക്കിയ ജീവിതം അത് ദൈവം ഗൗരവമാക്കിയ ജീവിതമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, ഞാനിപ്പോൾ അത് വിശദമാക്കാം. ഞാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ദൈവ വഴി, ക്രിസ്തുവിൻ്റെ വഴിയിൽ, ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ പിശാച് മാത്രമല്ല ഷോക്കേറ്റത് വൈബ്രൻ്റായി പാഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്, പിന്നെയോ ദൈവം ഉണരും. ദൈവത്തിനൊരു വൈബ്രേഷൻ ഉണ്ടാകും, ദൈവം ഓടിപ്പാഞ്ഞെത്തും. മനസ്സിലാക്കണേ, ഞാൻ ദൈവ വഴിയിൽ സഞ്ചരിക്കുവാനായിട്ട് എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ മുൻവരുമ്പോൾ അവിടെ ദൈവം കൂടെ ഉണ്ടാകും. പിശാച് ഗൗരവം കൊടുക്കുന്നപ്പോൾ ദൈവം അവിടെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മെ സഹായിക്കുവാൻ, നമ്മെ അസിസ്റ്റ് ചെയ്യുവാൻ, നമുക്ക് തുണ നിൽക്കുവാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. പിശാച് ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ടുവരും. നാം ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ആ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, ദൈവിക സമ്പ്രദായങ്ങളിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാൻ. കാരണം നാം പ്രവേശിച്ച മാനുഷിക സമ്പ്രദായങ്ങളിൽ നിന്നും, മതത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ നിന്നുമാണ് നാം ദൈവിക സമ്പ്രദായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് വ്യതിചലിക്കുവാൻ ഒരുപാട് കട്ടതയെന്ന തീച്ചൂളയും വേദനകളും നൊമ്പരങ്ങളും കൊണ്ടുവരും. ഒരു പള്ളിയിൽ 1000 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരു 5 കുടുംബങ്ങൾ കഷ്ടതയും പ്രയാസത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഓർക്കുക, അവർ ദൈവിക ഉള്ളവരായിരിക്കാം. ദൈവിക നിലപാടുകൾ, ഞാൻ ഒരു വശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്തെക്കുറിച്ചാണ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ. മറന്നു പോകരുത്, അവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങളെങ്കിൽ അവർ ദൈവ വഴിയിൽ ചില നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ ഒരുങ്ങിയതായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പെയിനുകൾ അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരൊക്കെ സുഖേന ജീവിക്കുകയാണ്. ഇവിടെ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ദൈവത്തെ പിൻപറ്റുന്നില്ല എങ്കിൽ, ദൈവ വഴിയിൽ സഞ്ചരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അപ്പോൾ ചോദിക്കാൻ, പ്രശ്നങ്ങളില്ലേ? നിങ്ങൾ എപ്പോഴും പറയുന്ന പ്രശ്നങ്ങളായിരിക്കാം. സാമ്പത്തികം, കടഭാരം, ബുദ്ധിമുട്ട്, പ്രയാസം, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഈ ലോകപരമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ തീവ്രമായ പിശാച് തൊടുന്ന അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല നിങ്ങൾ ദൈവത്തോടൊപ്പം അല്ല എങ്കിൽ. നിങ്ങൾ ദൈവത്തോടൊപ്പം യഥാർത്ഥത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് പിശാച് നിങ്ങളെ നോട്ടമിടുന്നത്, പിശാച് നിങ്ങൾക്ക് മുൻപിൽ കെണിയൊരുക്കുന്നത്, നിങ്ങളെ വീഴ്ത്തുവാൻ, നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുവാൻ, നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുവാൻ, മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മറന്നു പോകരുതേ, നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്,
അവിടെ ഉപദ്രവങ്ങളോ കഷ്ടങ്ങളൊന്നുമില്ല, വിശാലമായ വാതിലായിരിക്കും. അവിടെ ആർഭാടങ്ങളും സ്തുതികളും സ്തോത്രം വേറൊരു ലെവലിലായിരിക്കും കൊണ്ടുപോകുന്നത്, ദൈവത്തിൻ്റെ പേരുള്ള കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ. എന്നാൽ സ്വർഗത്തിലേക്കുള്ള നിത്യതയിലേക്കുള്ള വഴി അത് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്, അത് പ്രതിസന്ധി നിറഞ്ഞതാണ്. വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നമുക്കവിടെ റീച്ച് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുതെന്ന് പറയുന്നത്, നിങ്ങൾ ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ, ദൈവ വഴിയിൽ സഞ്ചരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇനി പ്രതിഫലത്തെക്കുറിച്ച് നോക്കാം. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത്, ഈ വാഗ്ദത്ത വചനത്തിൽ നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. എന്താണ് നാം ചെയ്ത പ്രവൃത്തി? രണ്ട് കാര്യത്തിൽ തളർന്നു പോയില്ല. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, ദൈവത്തിൻ്റെ കരം പിടിക്കുന്നതിൽ, അതുപോലെ തന്നെ ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൽ നാം തളർന്നു പോയില്ല. രണ്ട്, ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ നാം തളർന്നു പോയില്ല. ഇത് രണ്ടും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്, ഒരു സ്വർഗീയ പ്രതിഫലം. ആ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വേദപുസ്തകം പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്നതിൻ്റെ അനുഭവം നമുക്ക് കിട്ടുന്ന അപ്പോഴാണ്, ദൈവം എന്നോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്ന അനുഭവം. ഈ ഭൂമിയിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ സാമീപ്യം ഉണ്ടാകും. അരി വാങ്ങാനും വീട് വയ്ക്കാനും ബൈക്ക് വാങ്ങാനും കല്യാണം കഴിപ്പിക്കാനും വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. അതല്ല, ദൈനംദിന ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ ഞാൻ ഒരാളെ കൂട്ടിയിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ എവിടെ പോയാലും ആ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. കാരണം എൻ്റെ കൈ തളർന്നു പോയിട്ടില്ല. അത് ആത്മീയതയിലായാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലായാലും എൻ്റെ കൈ തളർന്നു പോയിട്ടില്ല. ദൈവം ഈ ഭൂമിയിൽ എന്നോട് കൂടെയുണ്ടാകും. അത് ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമത്തെ പ്രതിഫലം, നിത്യതയിൽ നാം ദൈവത്തോടൊപ്പം ഇരിക്കും. ആമേൻ. നാം ദൈവത്തോട് കൂടെ ഇരിക്കും. ഈ ഭൂമിയിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നിത്യതയിൽ നാം ദൈവത്തോടൊപ്പം ഇരിക്കും. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. ഈ രണ്ട് പ്രതിഫലങ്ങളാണ്. ഇത് രണ്ടും നാം നേടണം പ്രിയമുള്ളവർ. ഭൂമിയിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ നമുക്ക് ദൈവത്തോടൊപ്പം ഇരിക്കുവാനേ സാധിക്കുകയുള്ളൂ. അതെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ഉണ്ടാകണം, ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ തുണ നമ്മോടൊപ്പം കൂടെ ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിത്യതയിൽ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ദൈവിക കൃപയുടെ നിർവചനമെന്ന് പറയുന്നത്, ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ഗോഡ്സ് പ്രൊവിഡൻസ്, ഗോഡ്സ് അപ്രൂവൽ, ദൈവത്തിൻ്റെ അംഗീകാരം. ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അംഗീകാരം. രണ്ട്, ദൈവത്തിൻ്റെ തുണ, ഗോഡ്സ് അസിസ്റ്റൻസ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അംഗീകാരവും തുണയും ഉണ്ടെങ്കിൽ എനിക്ക് നിശ്ചയമായിട്ടും നിത്യതയിൽ പ്രവേശിക്കുവാനായി സാധിക്കും. നിശ്ചയമായിട്ട് ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ സാധിക്കും. ആ അപ്രൂവൽ കിട്ടുവാൻ, ആ തുണ കിട്ടുവാൻ നമ്മുടെ കൈകൾ തളർന്നു പോകരുത്. ആമേൻ. നമുക്കൊരു പ്രതിഫലമുണ്ട് പ്രിയമുള്ളവരെ. ദൈവം ഈ വർഷം പ്രതിഫലം തരും. അതുകൊണ്ട് തന്നെ കൈകൾ തളർന്നു പോകാതെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്ത് ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നാളെ പഠിക്കാൻ നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ദൈവം കൂടെയുണ്ടെങ്കിലുണ്ടല്ലോ, ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അത്ഭുതങ്ങളിലൂടെ നടത്തും നിങ്ങളെ. നിങ്ങൾ കാണുന്നതൊക്കെ മിറക്കിളായിരിക്കും. ഓരോ ചുവട് വയ്ക്കുമ്പോഴും യു കൻ സീ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇരുട്ടിൻ്റെ പാതയിലൂടെ നടക്കുമ്പോഴും ഒരുപാട് നക്ഷത്രങ്ങളാകുന്ന തിളക്കമുള്ള ജീവിത അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രിയമുള്ളവരെ. ഭയപ്പെടേണ്ട. ആമേൻ. ചന്ദ്രൻ്റെ ശോഭയുണ്ടാകും. പ്രഭാത നക്ഷത്രമായി യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് ഈ ഒരാണ്ട് മുഴുവനും അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും പ്രിയമുള്ളവരെ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഇന്നത്തെ ചോദ്യം ഇതാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ്റെ പേര് എന്താണ്? 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ്റെ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും നിത്യദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ കൃപയോടെ കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രമപ്പ. കർത്താവേ, അങ്ങ് വലിയവൻ, വലിയവൻ, മതിയായവൻ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഭാരത്തിൽ, പ്രയാസത്തിലൊക്കെ മതിയായ ദൈവം, കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, ആദരിക്കുന്ന ദൈവം. നന്ദി പിതാ, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ നൽകിയ നല്ല ആത്മീക ചിന്തകൾക്കായി സ്തോത്രം ചെയ്തു പിതാവേ. ഞങ്ങളുടെ കൈകൾ പലപ്പോഴും തളർന്നു പോകുന്നുണ്ട് പിതാവേ. ഈ പുതിയ വർഷത്തിൽ ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകാതെ കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഞങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ തളർന്നു പോകാഞ്ഞാൽ ആ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനോടൊപ്പം വസിപ്പാനും കർത്താവെ, അങ്ങ് പറഞ്ഞത് പ്രവർത്തിക്കുകയും ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കായി ഒരു വലിയ പ്രതിഫലം കാത്തിരിപ്പുണ്ട്. അത് നേടിയെടുക്കുവാൻ, പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ, അതിശയങ്ങളെ പ്രവർത്തിക്കണമേ, എല്ലാ പ്രതികൂലങ്ങളും മാറ്റണമേ, എല്ലാ പ്രതിസന്ധികളും നീക്കണമേ. സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ സ്വർഗീയ കരം പിതാവേ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ആത്മാവിൽ ശക്തീകരിക്കണമേ, സ്വർഗീയ ചൈതന്യത്താൽ നിറയ്ക്കണമേ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അപ്പ ഈ ആണ്ട് മുഴുവനും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ കൃപയാകുന്ന ആമേൻ കർത്താവേ സ്തോത്രം, അവിടുത്തെ അംഗീകാരവും അവിടുത്തെ തുണയും അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുകയും ആമേൻ കർത്താവെ അതിലൂടെ നിത്യരാജ്യത്തിൽ പ്രവേശിക്കേണ്ട ഭാഗ്യവും ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങളുടെ കർത്താവെ കൈകളുടെ പ്രവൃത്തിക്ക് തക്ക ഫലം ദൈവം ഈ ആണ്ടിൽ നൽകുവാൻ പോകുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പ യേശുവെ യൂട്യൂബ് ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദര കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബ അംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗ ദുരിതങ്ങൾ, മാനസാന്തരപ്പെടുത്ത അനുഭവങ്ങളപ്പ ആമേ, ലഹരിക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ എല്ലാവറ്റെയും കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ. 2024 അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ. നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തന്ന ഈ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം പൂർണ്ണമായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നന്മ വാഴും സമാധാന സന്തോഷം നിങ്ങൾ എല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം ഈ ആണ്ടിന്റെ ആരംഭ മുതൽ അവസാനം വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയരെ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിശ്ചയം ധൈര്യമായിരിപ്പൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.